जाली दिल से नगमो गनलेनी ना जाली दिल से नगमो गनलेनी ना जाली दिल से. പുതിയ തുടക്കം, പുതിയ പ്രതീക്ഷകൾ, അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്. ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് കർണാടകയിലെ തുംഗഭദ്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്വന്തം വീട് എന്ന് വിളിപ്പേരുള്ള ഹരിഹരേശ്വര ക്ഷേത്രത്തിലേക്കാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും സംഗമമായ ഹരിഹരനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അതുതന്നെയാണ് ഇവിടുത്തെ പ്രധാന വിശേഷം. ഇങ്ങനെ ഒരു ക്ഷേത്രത്തെ പറ്റിയോ ഇവിടുത്തെ ഒരു ഐതിഹ്യത്തെ പറ്റിയോ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ക്ഷേത്രത്തിന് പുറത്തായിട്ട് നന്ദി, ഗരുഡൻ, ശിവൻ, വിഷ്ണു ഇവരെയൊക്കെ കൊത്തിയെടുത്ത വലിയ 2 കരിങ്കൽ ഫലകങ്ങൾ നമുക്ക് കാണാൻ കിട്ടും. അതിൽ കന്നഡ ലിപികളിൽ എന്തെല്ലാമോ ആലേഖനം ചെയ്തിട്ടുണ്ട്. അത് ക്ഷേത്ര ചരിത്രമാവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലേക്ക് ഞാൻ കൂടുതൽ അന്വേഷണം പോയില്ല. അതുപോലെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് പഴയ ക്ഷേത്രങ്ങളൊക്കെ നോക്കുമ്പോൾ കാണാൻ കിട്ടുന്നത് മഹാഭാരതം, രാമായണം, കൃഷ്ണലീലകൾ ഇതൊക്കെ ഇങ്ങനെ കൊത്തിയെടുത്തിരിക്കുന്നതല്ലേ നമ്മൾ കാണാൻ കിട്ടുന്നത്. ഇവിടെ അതല്ല. ഏറ്റവും ഇത് നോക്കിയ പല പല നിലകൾ പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതിൽ ഏറ്റവും താഴെയായിട്ട് ചെടികൾ, പൂക്കൾ ഇതൊക്കെയാണ്. അതിൻ്റെ മുകളിലായിട്ട് മൃഗങ്ങൾ, പക്ഷികൾ ഒക്കെയാണ്. അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ തൂണുകൾ പോലെ ഇങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അതിൻ്റെ മുകളിലായിട്ടാണ് വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ഒക്കെ പല പല അവതാരങ്ങളും അതുപോലെ തന്നെ ഗണപതിയൊക്കെ കൊത്തിയെടുത്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ, താഴെ കരിങ്കൽ നിർമ്മിതി, മുകളിലെ ഇഷ്ടിക, സിമെൻറ്റ് ഇതൊക്കെ ചേർത്ത് പെയിൻ്റൊക്കെ അടിച്ച ഒരു നിർമ്മിതി, യാതൊരു ചേർച്ചയുമില്ല എന്ന് തോന്നുന്നില്ലേ? അതുപോലെ തന്നെ ഈ സൈഡിലുള്ള ആ ഒരു നിർമ്മിതിയും. ഇത് എന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താൻ ആക്രമിച്ച് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ തകർത്തതാണ്. അതിനുശേഷം പിന്നീട് വന്ന ആൾക്കാർ പിന്നീടത് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. നമ്മുടെ ഒരു ഷോർട്സ് വന്നിരുന്നു നന്ദിയുടെ. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, ഇത് എവിടെയാണ് ഈ സ്ഥലമെന്ന്. ഈ നന്ദിയും കരിങ്കല്ലിൽ തീർത്തതാണ് കേട്ടോ. അപ്പോൾ ആ മനോഹരമായ ക്ഷേത്രത്തിലേക്കാണ് നിങ്ങളെ ഇന്ന് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ. കരിങ്കല്ലിങ്ങനെ ചുട്ടു പഴുത്ത് കിടക്കും കേട്ടോ. കാലിൽ പൊള്ളാൻ തുടങ്ങി. തള്ളത്തൊട്ട് കയറ അത് പിന്നെ അത് കാല് തന്നിട്ടെ. അർദ്ധനാരീശ്വര സങ്കല്പം നമുക്കൊക്കെ അറിയാം. അതുപോലെ തന്നെയാണ് ഈ ഹരിഹരൻ്റെ ഇത് പറയുന്നതും. ഇടത് ഭാഗം നമുക്ക് ശംഖുചക്രമൊക്കെ ഏന്തി നിൽക്കുന്ന വിഷ്ണുവും, വലതു ഭാഗത്ത് തൃശൂലവും ജപമാലയൊക്കെ ഏന്തി നിൽക്കുന്ന മഹാദേവനെയും കൂടെ ഉള്ള ആ ഒരു പ്രതിഷ്ഠയാണ്. മുഗൾ ഭാഗത്തെ നിർമ്മിതിയിൽ എന്തോ ഒരു അപൂർണത തോന്നിയത് ഞാൻ ചോദിച്ചതാണ്. താഴ്ഭാഗത്ത് നമ്മുടെ മെതിയടിയൊക്കെ പോലെ കൊത്തിയെടുത്തിരിക്കുന്ന കാണാം. സീലിംഗ് നോക്കിക്കുക, ഇതും എന്തൊരു രസമാണ് കാണാൻ. കല്ല് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർവേകളും അതുപോലെ അവരുടെ പഠനങ്ങൾക്കുമൊക്കെയുള്ള പ്രധാന ഒരു സ്ഥലമാണ് ഇത് ഹൊയ്സാല ആർക്കിടെക്ചറൽ രീതിയിലാണ് ഈ അമ്പലം നിർമ്മിതി ചെയ്തിരിക്കുന്നത്. നമുക്ക് മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും ഇങ്ങനെ വേറെ എവിടെയെങ്കിലും ഒക്കെ ക്ഷേത്രങ്ങൾ ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ലല്ലോ. ഒരു നല്ല ശതമാനം ക്ഷേത്രങ്ങൾ നമുക്ക് ഈ മാതൃകയിലല്ല കിട്ടുന്നത്. മുകൾ ഭാഗം നല്ല ഗോപുരം അങ്ങനെയൊക്കെയുള്ള അലങ്കരിച്ചിരിക്കുന്നതല്ലേ. ഇതിൻ്റെ മുകൾ ഭാഗം നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആ വീഡിയോ കണ്ടില്ലേ, ഒരു താമര വിരിഞ്ഞ് നിൽക്കുന്ന പോലാണ് നമുക്കത് തോന്നുന്നത്. അപ്പം ഇനിയാണ് നമ്മൾ പ്രധാന കവാടം മുൻവശത്തായിരുന്നു. സൈഡിൽ കൂടെ നമ്മൾ ആ ഇതിലോട്ട് നമ്മൾ കടക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും
ഭംഗി എന്ന് പറയുന്നത് ഈ 56 ഒറ്റക്കല്ലിൽ കടഞ്ഞെടുത്ത തൂണുകളാണ്. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാനത് ഏട്ടനോട് പിന്നെയും ചോദിച്ചു, ഇത് തടിയാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇത് കരിങ്കല്ലിലാണ് ഈ കൊത്തുപണികൾ മൊത്തം ചെയ്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് എന്തൊരു ഭംഗിയായിരിക്കും ഇത് നേരിൽ കാണാനെന്ന്. സാധാരണ തടിയിലിങ്ങനെ നമ്മൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ ഈ സോപാനം ഒക്കെ ഇങ്ങനെ വീടുകളിൽ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഇട്ടിരിക്കുന്നതൊക്കെ കാണില്ലേ, അതുപോലെ ഇരിപ്പിടം. അതായത് അമ്പലത്തിൽ തൊഴുതതിന് ശേഷം നമുക്ക് ഈ മുകൾ ഭാഗത്ത് കയറിയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് താഴെയായിട്ടും കയറിയിരിക്കാം. ഒരു ക്ഷേത്രങ്ങളിലും ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ കിട്ടത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾ മിസ് ചെയ്യല്ലേ കാണണേ എന്ന്. എന്തൊരു ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ്. ഇനിയിപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം ഞാൻ നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞു തന്നില്ല കേട്ടോ. എല്ലാ ക്ഷേത്രത്തിലും ഉള്ളതുപോലെ തന്നെയാണ് ഇവിടെയും ഉണ്ട് ഒരു കഥ. അതുപോലെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ താഴ്വശം കണ്ടോ, ഇങ്ങനെ ഒരു കുഴികൾ പോലെ ഇടയ്ക്കിടയ്ക്ക് കാണാത്ത എന്താണെന്ന് എനിക്കറിയില്ല. അവിടവും കരിങ്കല്ലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി സൈഡിലായിട്ട് ഉപദേവതകളുണ്ട്, നമുക്ക് അവിടോട്ട് പോകാം. അതിന് മുമ്പ് ഒരു ചെറിയ കഥ പറഞ്ഞു പോകാം. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്ന ഇതാണ്. ഗുഹാസുരൻ എന്ന ഒരു അസുരൻ തുംഗഭദ്രയുടെ തീരത്ത് ബ്രഹ്മാവിനെ തപസ് ചെയ്യുകയും അങ്ങനെ അദ്ദേഹത്തിന് വരം കിട്ടുകയാണ്. അദ്ദേഹം വരം ആവശ്യപ്പെടുകയാണ്. വിഷ്ണുവാലോ ശിവനാലോ തനിച്ച് ഈ ഗുഹാസുരനെ കൊല്ലാൻ പാടില്ല. അങ്ങനെ വരം കിട്ടുകയുണ്ടായി. അപ്പം വരം കിട്ടുമ്പോൾ സാധാരണ എല്ലാ അസുരന്മാരും ചെയ്യുന്ന പോലെ തന്നെ മനുഷ്യരെയും ദേവന്മാരെയൊക്കെ ആക്രമണം ഒക്കെ തുടങ്ങി. അതിൽ പൊറുതിമുട്ടി അവർ ബ്രഹ്മാവിനോട് അഭയം ചോദിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാവാണ് പറയുന്നത്, ഞാനിങ്ങനൊരു വരം കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിനിടയ്ക്ക് പറയുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ആ താമരയുടെ ആ എതളുകൾ പോലെ ഇങ്ങനെ കൂർത്ത് വരുന്ന കണ്ടോ അറ്റങ്ങൾ, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുകയാണ്. അപ്പം നമ്മളൊരു ഗ്രൂപ്പായിട്ട് ആ കഥയിലൊരു ബ്രേക്ക് എടുക്കുകയാണ്. ഗ്രൂപ്പായിട്ടാണ് വന്നത്. അപ്പോൾ ഇത്രയും പേരാണ് ഞങ്ങൾ ഒന്നിച്ചാണ് വന്നത്. ഈ പച്ചസുന്ദരിയെ ഓർമ്മയിലെ നമ്മുടെ ജയ്പൂർ സുന്ദരി ആ കുട്ടിയാണിത് കേട്ടോ. അപ്പം ഞങ്ങളൊരു കല്യാണത്തിന് ഇവിടെ ഒരു ഗ്രാമത്തിൽ, ബാംഗ്ലൂരിൽ നിന്നൊരു 275 കിലോമീറ്റർ ദൂരെയാണ് ഈ ഒരു ഗ്രാമം കേട്ടോ. അവിടെയാണ് ഞങ്ങൾ ഈ കല്യാണത്തിന് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ക്ഷേത്രത്തെപ്പറ്റി അറിയുന്നതും. അങ്ങനെയാണ് ഇവിടെ വരാൻ ഞാൻ ഇടയായത്. അപ്പം വന്നപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കയറി ഇവിടുത്തെ ഇത് കാണണ്ടേ. അപ്പോൾ ഇവിടെയുണ്ട് ഇതുപോലെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ 2 കരിങ്കൽ ഫലകങ്ങൾ. ലക്ഷ്മിയെയും പാർവതിയെയുമാണ് നമുക്ക് ഇവിടെ ദർശനത്തിന് കിട്ടുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അലങ്കാരങ്ങളൊന്നും പുറമേ നമുക്ക് കാണാൻ കിട്ടുന്നില്ല. ഇവിടുത്തെ ദർശനത്തിന് ശേഷം എനിക്ക് മനസ്സിന് ഒരു പ്രത്യേക സുഖമാണ് കിട്ടിയത്. പിന്നെ വിശ്രമിക്കാനായിട്ട് ദർശനത്തിന് ശേഷം ഇവിടെയും ഇരിപ്പിടം ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ കരിങ്കല്ലിൻ്റെ പുറത്തൂടെ നടന്നപ്പം പോയി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കഥ ഇവിടെ തുടരുവാണ്. അങ്ങനെ മുനിമാരുടെ അഭ്യർത്ഥന പ്രകാരം വിഷ്ണുവും ശിവനും കൂടി ഈ തുംഗഭദ്രയുടെ തീരത്തുള്ള ഹരിഹർ എന്ന സ്ഥലത്തേക്ക് വരികയും അവിടെ വെച്ച് ഈ അസുരനെ വധിക്കുകയും ഉണ്ടായി. അപ്പോൾ ആ ഒരു സമയത്ത് അർദ്ധനാരീശ്വരനെ പോലെ തന്നെ ഇത് വിഷ്ണുവും ശിവനും കൂടെ ചേർന്നാണ് ഈ ഹരിഹരൻ എന്നുള്ള ആ ഒരു രൂപത്തിലാണ് വധിക്കപ്പെടുന്നത് ഈ അസുരനെ. ആ സമയത്ത് മുട്ടിന് താഴ്ഭാഗം ഭൂമിക്കടിയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. 5-ാം നൂറ്റാണ്ടിൽ ഒരു ചെറിയ ക്ഷേത്രവും 13-ാം നൂറ്റാണ്ടിൽ ഹൊയ്സാല രാജാവ് ക്ഷേത്രത്തെ ഈ ഒരു രൂപത്തിലേക്കാക്കിക്കൊണ്ട് വന്നതാണ്. ഈ തൂണുകളാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഭംഗി കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഗർഭഗൃഹത്തിലേക്കുള്ള കവാടം വളരെ ലളിതമാണ്. പ്രധാന പൂജാരി ക്ഷേത്രമൊക്കെ അടച്ച് പുറത്തു പോയി 1 മണിയായി സമയം. 2 കൽവിളക്കുകൾ പുറത്ത് നിങ്ങൾക്ക് കാണാൻ കിട്ടും. അതുപോലെ തന്നെ ഗോപുരം വേറൊരു രീതിയിലാണ്. അതിൻ്റെ കഥ നമ്മൾ പറഞ്ഞു പോയതാണ്. തുംഗഭദ്രയുടെ തീരത്തോട്ട് പിന്നെ നമുക്ക് പോകാൻ സാധിച്ചില്ല സമയക്കുറവ് കാരണം. അപ്പോൾ ഇന്നത്തെ ക്ഷേത്ര കാഴ്ചകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി.